ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് വേൾഡ്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ സ്കൂളിൻ്റെ മീറ്റപ്പ്. ഷാർജയിൽ വെച്ചിട്ടാണ് നമ്മളുടെ മീറ്റപ്പ് നടക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു ടീച്ചർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഡി ആവാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് മാം എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഷാർജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളുടെ മക്കളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഓൺലൈനിൽ മാത്രം കാണുന്ന മക്കളെ നമ്മൾ ഇന്ന് ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവരുടെ ഒരുപാട് പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹാളൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് ടീച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമിൻ്റെ ഏകദേശം സമയമായപ്പോഴത്തേക്കും മക്കൾ ഓരോരുത്തരായിട്ട് വന്നു. പിന്നെ നമ്മൾക്ക് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനൊന്നുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് അവരായിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നിയൊരു ഡേ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഹാപ്പി ആയിരുന്നു എല്ലാവരും, മക്കളായാലും ടീച്ചേഴ്സ് ആയാലും ഒക്കെ. നമ്മൾ കുട്ടികളെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും നേരിട്ട് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു ദിവസത്തെ വീഡിയോസൊന്നും എനിക്ക് അധികമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് നമ്മളുടെ മക്കൾ ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റേജിൽ അവർ പെർഫോം ചെയ്ത സമയത്ത് ഓൺലൈനായിട്ട് പ്രാക്ടീസ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലായിരുന്നില്ല അവരുടെ പെർഫോമൻസ്. അങ്ങനെ ഇതാ പ്രോഗ്രാം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ കൂടെയുള്ള മാമിൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ബുർജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ വിങ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം ബുർജിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് വാട്ടർ ആൻഡ് ലൈറ്റ് ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. ദുബായ് ഫൗണ്ടൻ എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പേരുണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഷോ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് കാണാനൊന്നും പറ്റിയില്ല. പിന്നെ സെക്കൻഡ് ടൈം വന്ന സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഇതാ അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ദുബായ് മോളിനകത്തേക്ക് കയറി. അപ്പോൾ അവിടെ ഒരു വലിയ അക്വാറിയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. വലിയ മീനുകൾ മുതൽ കുഞ്ഞു മീനുകൾ വരെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മളുടെ ഫിലിം ആക്ട്രസ് ആയിട്ടുള്ള നവ്യ നായരെ കണ്ടു കേട്ടോ. നമ്മളുടെ ബാലാമണി കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഇതാ നമ്മളുടെ ചുറ്റിയടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൂടെയൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. കാരണം ഇന്ന് നമ്മൾക്ക് റൂം ഷിഫ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. നമ്മൾ താമസിക്കുന്നത് ഒരു മാമിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ 3 പേരും കൂടെ വേറൊരു റൂം എടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടുത്തൊരു ലുലുവിൽ റൂമൊക്കെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ലുലുവിൽ പോയിട്ട് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. സോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.